എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് ആയിരുന്നു കേട്ടോ. സമയം രാവിലെ 4 മണി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ യാത്ര എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 5:50 ഗുരുവായൂരിൽ നിന്നെടുത്ത് രാത്രി 7:25 മധുര എത്തുന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 163-28. അപ്പോൾ ഞാൻ ഇന്ന് അതിൽ കൊല്ലം വരായിട്ട് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് LHB റണ്ണാണ്. ICFൻ്റെ ഇറയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് LHB റേക്ക് കിട്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റേഷൻ്റെ അകത്ത് ചെന്ന് ആ റേക്കൊക്കെ കണ്ട് നമുക്ക് നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് സ്റ്റേഷൻ്റെ അകത്തേക്ക് നടന്ന് കയറാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം മുന്നേ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ നേരത്താണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇൻ്റർസിറ്റി പോയ സമയത്ത് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി കേട്ടോ 5:50 എടുക്കുക. അത് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ 6:50 നമ്മുടെ എറണാകുളം പാസഞ്ചർ എടുക്കും. അപ്പോൾ നമുക്ക് പതുക്കെ അകത്ത് ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ റേക്കിന് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പാർക്കിംഗ് വരുന്നത് കേട്ടോ. സ്റ്റേഷൻ്റെ പാർക്കിംഗ് വരുന്നൊരു ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ എൻട്രൻസ് നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്തേക്ക് പോവാം. നമ്മളിത് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ LED വാൾ ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗ് സൂക്ഷിക്കുന്ന സ്ഥലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ചെന്നിട്ട് QR സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു എൻട്രൻസിൻ്റെ ഒരു ഭാഗം വരുന്നത്. നമ്മുടെ വണ്ടി അവിടെ ഇങ്ങനെ 3rd പ്ലാറ്റ്ഫോമിൽ കിടക്കാം കേട്ടോ. നമ്മളിത് നേരെ കയറാണ്. നമുക്ക് കയറിയിട്ട് നടുക്കത്തെ ജനറൽ കോച്ചിൽ കയറാം കേട്ടോ. അവിടെ കയറിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ P7 വരുന്നത് ലാലാഗുഡയുടെ. ഓൺ ഇത് നല്ല അടിപൊളിയാക്കി നിർത്തി വെച്ചിട്ടുണ്ട്. ഇത്ര നേരത്തെ ഓൺ ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഫസ്റ്റ് LHB റൺ ആയതുകൊണ്ടാണ് തോന്നുന്നു നേരത്തെ തന്നെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 37,084 കവച് ഫിറ്റഡ് ആട്ടോ നമ്മുടെ ലോക്കോ. നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡാണ് കേട്ടോ. ഇത് അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊല്ലെത്തിയിട്ട് ഷൂട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു കണക്റ്റൊക്കെ ചെയ്ത് HOG ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ മുമ്പിലോട്ട് അടക്കാം. നമുക്ക് നടുക്കത്തൊരു കോച്ച് നോക്കി കയറിയിരിക്കാം. ഇതൊക്കെ മിക്ക കോച്ചുകളും 2026 തന്നെ കേട്ടോ. ഫ്രഷ് മെയ്ഡ് ജനറൽ കോച്ചുകളാണ്. ദീൻ ദയാലു കോച്ചൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ. അതിൻ്റെ കറക്റ്റ് നടുക്കുള്ള കോച്ചിലാണ് കേട്ടോ കയറാൻ പോണേ. നമ്മുടെ എഞ്ചിനിൽ നിന്ന് 6ാമത്തെ കോച്ചിലാണ് കയറുന്നത്. 2026 മെയ്ഡ് ഫ്രഷ് ഒരു ജനറൽ കോച്ചാട്ടോ. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ലോക്കോ ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോച്ചിലേക്കുള്ള കറണ്ട് കണക്ഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ഗുരുവായൂർ മധുരയിൽ ആകെയുള്ളൊരു AC കോച്ചാട്ടോ, B1 കോച്ച്. അപ്പോൾ 2025 മെയ്ഡാണ് കോച്ച് വരുന്നത്. നല്ല ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ഒരു പുത്തൻ മാറിയിട്ടൊന്നുമില്ല, ഒരു പുതുമ മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാം നല്ല ഫെസിലിറ്റി തന്നെയാണ് കേട്ടോ. പ്രസ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 72 പേരാട്ടോ സ്ലീപ്പ്. ഇവിടെ സ്ലീപ്പും സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കിനി പതുക്കെ അകത്തേക്ക് കയറാം. ഇത് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യണ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ AC കോച്ചിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ പുതിയ സ്റ്റൈൽ തന്നെയാണ് ഉള്ളത്. നമ്മളന്ന് രാമേശ്വരത്തിൽ നിന്ന് മംഗലാപുരം പോയ മംഗലാപുരം എക്സ്പ്രസ് ഇല്ലേ, അതിൻ്റെ സെയിം ഡിസൈനാട്ടോ വരുന്നത്. ബർത്തൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചാർജിങ് സോക്കറ്റ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. കർട്ടനൊക്കെ കൊള്ളാട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പുതിയ ബർത്തൊക്കെ തന്നെയാണ്. കറക്റ്റ് പില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു AC കോച്ചിൻ്റെ വരുന്നത് കേട്ടോ. ഈ ഒരു തീം എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ചിലയിടത്ത് മാത്രമേ ലൈറ്റ് ഉള്ളൂ, ചിലയിടത്തൊക്കെ ലൈറ്റ് വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കയറി ഷൂട്ട് ചെയ്തതാണ്. നമുക്ക് ഇതിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ജനറൽ തന്നെയാണ്. ഇതൊക്കെ ആ സെയിം തന്നെയാണ്. അതേ വാഷ് സ്പേസ്, അവിടെ ഫയർ എക്സിസ്റ്റർ അങ്ങനെയല്ല എല്ലാം അതേപോലെ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 സ്റ്റൈലിൽ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇന്ത്യനും ഉണ്ട് വെസ്റ്റേണും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെസ്റ്റേണിൽ കയറാം കേട്ടോ. വെസ്റ്റേൺ എങ്ങനെയുണ്ട് നോക്കാം. വെസ്റ്റേണിൽ കയറുന്ന സമയത്ത് നല്ല ഇതാട്ടോ. നമുക്കിവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഫ്ലഷും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കൈ ഹാങ്ങറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഹാങ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മിററും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ മൊത്തത്തിൽ നമ്മുടെ കോച്ച്, ബാത്റൂമായാലും. ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിലോട്ടൊന്ന് കയറാം കേട്ടോ. ഇന്ത്യൻ സ്റ്റൈലിലോട്ട് കയറുന്ന സമയത്തും വൃത്തിക്കൊന്നും കുറവൊന്നുമില്ല കേട്ടോ. ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സെക്കൻഡറി മെയിൻ്റനൻസ് നടക്കുന്നത് ഗുരുവായൂരിലാണ്. അപ്പോൾ അവർ കയറി അതിനുള്ള വൃത്തിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലഷ് ഉണ്ട്. ഇതേ സെയിം ഫെസിലിറ്റി കേട്ടോ. ഹാങ്ങറും തുണി നമ്മുടെ കൈ പിടിച്ച് എണിക്കാനുള്ളൊരു പരിപാടിയും പിന്നെ ഫ്ലഷൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിന് പ്രശ്നമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അത് അവരൊരു രീതിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ LHB ആയിട്ടുള്ള നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിൻ്റെ മൊത്തത്തിൽ വരുന്ന കോച്ച് കോമ്പോസിഷൻ എന്ന് പറയുന്നത് 13 കോച്ചുകളാട്ടോ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 8 ജനറൽ, അതുപോലെ 2 സ്ലീപ്പർ, ഒരു 3rd AC, ഒരു SLRD, ഒരു ജനറേറ്റർ കാറാട്ടോ നമ്മുടെ കോച്ച് കോമ്പോസിഷൻ വരുന്നത്.
13 കോച്ചാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ഒരു നടുക്കുള്ള ജനറലായിട്ടുള്ളത്. പിന്നെ നമ്മുടെ വണ്ടി മധുര ഡിവിഷൻ അണ്ടറിൽ വരുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ മധുരയിലാണ്, സെക്കൻഡറി മെയിൻ്റനൻസ് ഇവിടെ ഗുരുവായൂർ വരുമ്പോൾ ഇവിടെ ആട്ടോ നടക്കുക ഒരു ചെറിയ സമയത്തായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് S2 കോച്ചിലാണ് കേട്ടോ. അപ്പോൾ S2 കോച്ചിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ യൂഷ്വലി കൊടുക്കണ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, പിന്നെ മിറർ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ബാത്റൂം ഞാൻ വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ, സെയിം തന്നെയാണ്, ഒരു വെസ്റ്റേണും ഒരു ഇന്ത്യനും. പിന്നെ നമുക്ക് അകത്തോട്ട് പോകുന്ന സമയത്ത് 2019 മെയ്ഡ് കോച്ചാട്ടോ നമ്മുടെ വരുന്നത്. നമുക്ക് പതുക്കെ അകത്തോട്ട് നടക്കുന്ന സമയത്ത് നോക്കാം കേട്ടോ. ആ ബ്ലൂ തീം തന്നെയാണ് സ്ലീപ്പറിനെല്ലാം കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് വന്ന് കറണ്ടൊക്കെ ഓൺ ആക്കിയത്. അപ്പോൾ നമുക്ക് AC നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, സ്ലീപ്പർ ഇപ്പോഴാണ് നമുക്ക് കിട്ടണത്. ഇതാണ് നമ്മുടെ സ്ലീപ്പർ കോച്ച് വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഈ സൈഡിൽ നമുക്ക് ഫാൻ ലൈറ്റിൻ്റെ സ്വിച്ച് ഒരു സോക്കറ്റ് ഉണ്ട്. ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ, 2 പിൻ സോക്കറ്റാണ്, മൊബൈൽ മാത്രമേ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, ഹെവി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ കേട്ടോ. 2 വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് അവിടെ. ബർത്ത് ഒക്കെ നമ്മുടെ അതേ യൂഷ്വൽ സ്ലീപ്പറിൻ്റെ ബർത്ത് തന്നെ കേട്ടോ വരുന്നത്. ഇപ്പോഴത്തേന് എനിക്ക് പുതിയതിന് തോന്നുന്നു കളർ ചേഞ്ച് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ പോകുന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇല്ലേ, ഇത് ശരിക്കും പുനലൂർ ഗുരുവായൂരായിട്ട് ഓടിക്കൊണ്ടിരുന്ന കേട്ടോ. ഓഗസ്റ്റ് 2023 ഇതിൻ്റെ സർവീസ് മധുരയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ അന്ന് മുന്നാണ് ഈ ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആയിട്ട് തുടങ്ങിയത് കേട്ടോ. തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും അറിയണ പോലെ തന്നെ IC വെച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ട്രെയിനാണ്. ഇപ്പോൾ ഇന്ന് 26-ാം തീയതിയാണ് ഇതിന് LHB കിട്ടിയത് കേട്ടോ. ഇന്നിപ്പോൾ 27 നമ്മൾ ഇവിടെ നിന്ന് ഗുരുവായൂർ ടു മധുരയിൽ നമ്മൾ കൊല്ലം വരെ യാത്രയാണ്. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് അതിൻ്റെ LHB യുഗം തുടങ്ങിയിരിക്കുക കേട്ടോ. ഗുരുവായൂരിൽ നിന്ന് മധുര വരെ പോകുന്ന ട്രെയിൻ 163 28 കഴിഞ്ഞ് 27-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 5:50 ഇതേ ഗുരുവായൂർ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ LHB യുഗം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കൊല്ലം വരെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ കൊല്ലം എത്തിച്ചേരുന്ന സമയം എന്ന് പറയുന്നത് ഒരു 11:50 ആകുമ്പോഴാട്ടോ എത്തുക. അങ്ങനെ നമ്മളിത് സിഗ്നൽ ക്ലിയറൻസ് ഒക്കെ കിട്ടി ഗുരുവായൂരിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ വണ്ടി. കുറേ പേർക്കൊന്നും വണ്ടി മനസ്സിലാവണില്ല തോന്നുന്നുണ്ട്, കാരണം ഇത്രയും കാലം യൂത്ത് കോച്ചിൽ ഈ കളറിൽ ഈ യൂത്ത് കാണുന്ന കോച്ചില്ലേ, ഇതിൽ ഓടിയ വണ്ടി പെട്ടെന്ന് റെഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് പേർക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. നമ്മുടെ വണ്ടി ദേ ഇവിടെ നിന്ന് നീങ്ങുകയാണ്. നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ഗുരുവായൂർ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ദേ ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ട്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ നമ്മുടെ വണ്ടി സ്ഥിരം വന്ന് കയറാറ്. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ വണ്ടി എടുക്കണത്. അതിൻ്റെ ബാക്കിൽ കാണുന്നത് P7 നമ്മുടെ ഗുരുവായൂർ മധുര ഗുരുവായൂരിന് വന്ന P7 ആട്ടോ. നമ്മളിത് ഗുരുവായൂരിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. നമ്മളിത് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. നല്ല രസമുണ്ട് ഈ സംബന്ധിച്ച് സ്റ്റേഷൻ കാണാനായിട്ട്. നമ്മളിത് നമ്മുടെ ലൂപ്പ് ലൈനിൽ നിന്ന് കയറി ആ സിംഗിൾ ലൈൻ മെയിൻ ലൈനിലോട്ട് കയറാണ്. തൃശ്ശൂർ പോകുന്ന വന്ന് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു ലൈൻ വന്ന് ചേർന്ന ഒരു പോയിന്റാണിത്. അവിടെ കാണുന്നത് കേട്ടോ ആ മെയിൻ ലൈൻ വരുന്നത് നമ്മുടെ ഷൊർണൂർ പാലക്കാട് നിന്നൊരു ലൈനാണ്. അപ്പോൾ നമ്മൾ നേരെ ചെന്നിപ്പോൾ ആ ഇന്റർസെക്ഷൻ പോയിന്റ് ചെന്ന് കയറും നമ്മുടെ തൃശ്ശൂർ പോകുന്ന. നമ്മളിത് ഗുരുവായൂർ ലൈൻ പതുക്കെ ഇറങ്ങി മെയിൻ ലൈനിലോട്ട് കയറുക കേട്ടോ. അപ്പോൾ ഇന്റർസെക്ഷൻ പോയിന്റിൽ കൂടെ കയറി നമ്മൾ ഏറ്റവും അറ്റത്ത് കാണുന്ന അറ്റത്ത് കാണുന്ന മെയിൻ ലൈനിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്ന സ്റ്റേഷനിലോട്ട് കയറുക. തൃശ്ശൂർ പോകുന്ന സ്റ്റേഷനുള്ളത് ആ ഒരു ലൈനിലാണ്. ഇതാണ് ആ വരുന്ന മെയിൻ ലൈൻ. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് നേരെ കയറാൻ പോവാം കേട്ടോ. നമ്മളിപ്പോൾ ചെന്ന് മറ്റേ ലൈനിലേക്ക് കയറാണ് കേട്ടോ. ഈ മെയിൻ ലൈനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോകുന്ന സ്റ്റേഷൻ ഉള്ളത് കേട്ടോ, പ്ലാറ്റ്ഫോം ഉള്ളത്.
ഇവിടെ നിന്നൊരു നല്ല തിരക്ക് കയറാനുണ്ട് നമ്മുടെ വണ്ടിയിൽ. ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി സീറ്റിലിരിക്കാം. കാരണം ഈ തിരക്ക് കണ്ടിട്ട് ഡോറിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ. ഉഗ്രം തിരക്ക്, ഉഷാറ് തിരക്കാണ് നമ്മുടെ വണ്ടിക്ക്. നമുക്ക് പൂന്നത്തും 1 മിനിറ്റ് തന്നെ ഹോൾട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നമുക്ക് തൃശ്ശൂരാട്ടോ. തൃശ്ശൂരിൽ നിന്നൊക്കെ എന്തോരം തിരക്കുണ്ടാവും എന്നുള്ളത് ആലോചിക്കാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് തൃശ്ശൂരൊന്ന് കയറുന്നത് എടുത്തിട്ട് വേഗം സീറ്റിലിരിക്കാം. നമ്മൾ തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 3 മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മൾ തൃശ്ശൂർ എത്തുമ്പോൾ. തൃശ്ശൂരിൽ നിന്നുള്ള തിരക്കൊക്കെ എന്താവും എന്നുള്ളത് കണ്ടറിയാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു മൺഡേ അല്ലേ, നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നല്ല തിരക്കുണ്ട് കേട്ടോ കയറാനായിട്ട്. പോകുന്നത് കണ്ട അതേപോലെ തന്നെ തിരക്കുണ്ട് തൃശ്ശൂർ കയറാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വണ്ടി ഒരു കമ്പ്യൂട്ടർ വണ്ടി കേട്ടോ. അപ്പോൾ ഈ വീക്കെൻഡ്സ് കഴിഞ്ഞ് പോകുന്നത് ആ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ജോലിക്ക് പോകുന്നവരും ഹോസ്റ്റലൈറ്റ്സും എല്ലാവരും വണ്ടിയിൽ കയറും. അപ്പോൾ നമുക്ക് സിഗ്നൽ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വൈകാണ്ട് തന്നെ എടുക്കും ഇവിടെ നിന്ന്. ഇങ്ങനെ നമ്മളെ വണ്ടി എടുക്കുക കേട്ടോ തൃശ്ശൂരിൽ നിന്ന്. ഒരു 3 മിനിറ്റിൻ്റെ അടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് തന്നെ. ഇറങ്ങി വരുന്ന സമയം തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ ഭാഗമൊക്കെ. നമ്മൾ ചാലക്കുടി വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. മഴയ്ക്ക് ഇപ്പോഴൊരു കുറവില്ല. ഓൾമോസ്റ്റ് നമ്മൾ 1 കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ്. അതിപ്പോൾ നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ ഔട്ടറിലൊക്കെ ഭയങ്കര പയ്യാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഔട്ടറെത്തുന്ന സമയത്ത് ട്രെയിൻ ഭയങ്കര സ്ലോ തന്നെയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ ചാലക്കുടിന്ന് കയറാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഡോറിൻ്റെ അവിടെ കണ്ടറിയാം. കയറാൻ പറ്റാണ്ട് കിടന്ന് ബുദ്ധിമുട്ടാണ് അകത്ത് കയറാനായിട്ട്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു 1 മിനിറ്റ് തന്നെ ഹോൾട്ടുള്ളൂ. അതെ, വണ്ടി എടുത്തോട്ട് അവിടെ നിന്ന് കുത്തി നിറഞ്ഞൊക്കെയാണ് കയറുന്നത്. കൊരട്ടിയങ്ങാടി സ്കിപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആലുവ വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര മഴയാണ് ഇവിടം വരെ. നമുക്ക് മര്യാദയ്ക്കൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ആലുവയിൽ നല്ലൊരു തിരക്കത ഇവിടെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ.
നമ്മളൊരു 33 മിനിറ്റ് ഡിലേ ആയിട്ട് 8:29 നമ്മൾ എറണാകുളം ടൗൺ പോയി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് കുറേ അടുത്ത് പിടിച്ചിട്ടു, പിന്നെ സ്ലോ ആയിരുന്നു വണ്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് 30 മിനിറ്റിന് മേലെ ഡിലേ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഇവിടെ ഇറങ്ങണ തിരക്ക് പോലെ തന്നെ ഇവിടെ നിന്ന് കയറാനും ആൾക്കാരുണ്ടാവും. ഇതേപോലെ ആൾക്കാരിനെ കയറുണ്ടാവട്ടെ ഈ വണ്ടിക്ക്. നമ്മളത് എറണാകുളം ടൗണിൽ നിന്ന് കയറിയിരിക്കുകയാണ്. ഡിലേയോട് കൂടി കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് തിരക്ക് എത്രയെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടറിയാം. വണ്ടി മുന്നിൽ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും മുമ്പിലേക്ക് തന്നെ ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ. 13 കോച്ചിൽ നമുക്ക് ആകുള്ളൂ. നമ്മളൊരു 34 മിനിറ്റ് ഡിലേ ആയിട്ട് എറണാകുളം ടൗൺ വന്ന് കയറിയിരിക്കുക കേട്ടോ. ഇവിടം വരെ എന്താ പറയുക, എനിക്ക് ഇങ്ങോട്ട് അനങ്ങാൻ പറ്റിയിട്ടില്ല. എൻ്റെ വിൻഡോ സൈഡിൽ നിന്ന് എണീക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. തിരക്കെന്നൊക്കെ വെച്ചാൽ ഇങ്ങനൊരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. കുറേ ക്രോസിങ് എനിക്ക് കിട്ടാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം എണീക്കാൻ പറ്റണ്ടേ. എണീക്കാൻ പോയിട്ട് കാല് നീക്കാനുള്ള സ്ഥലം പോലും ഇന്ന് കിട്ടിയില്ല കേട്ടോ. തിങ്കളാഴ്ച ആയതുകൊണ്ടാണ്. ഈ വീക്കെൻഡ്സ് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൂടെ കയറി വരുന്നൊരു വണ്ടി കേട്ടോ. കാരണം ആ ഒരു ടൈമിലാണ് എറണാകുളം എത്തണത്. ഒരു 8 മണി 8:25 അടുപ്പിച്ചാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഗുസ്തി പിടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നത്. എന്നിട്ട് ഇപ്പോൾ എറണാകുളം എത്തിയപ്പോഴാണ് വണ്ടി ഒന്നൊന്ന് ശ്വാസം വിടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പോലെ ഒഴിഞ്ഞത്. വിജയവാഡയുടെ P4 ആണ് കേട്ടോ. എനിക്ക് ഏറനാട് എക്സ്പ്രസ് ആണ് തോന്നുന്നു ഇറങ്ങി വരണത്. ഏറനാട് എക്സ്പ്രസ് തന്നെയാ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി വരണ വരവാണ്. 166.06. നമ്മളിത് എറണാകുളം ടൗണിൽ നിന്ന് എടുക്കുക കേട്ടോ. നോർത്തിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഏറനാട് ഇവിടെ കൊണ്ട് പിടിച്ചിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ടൗൺ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പിടിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഇത് അവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. ചെറിയ വണ്ടി കേട്ടോ. 13 കോച്ച് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേഷൻ്റെ ഒരു പകുതി ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിത് എറണാകുളം ടൗണിൽ നിന്ന് എടുക്കുകയാണ്. 34 മിനിറ്റ് ഡിലേയോട് കൂടിയാണ് നമ്മൾ എറണാകുളം ടൗണിൽ നിന്ന് പോകുന്നത്. ഇനിയാട്ടോ നമുക്കൊന്ന് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ തോന്നുന്നു. നമ്മൾ സ്റ്റേഷൻ ലൂപ്പിലാണുള്ളത് കേട്ടോ. അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് നേരെ കയറി ഇപ്പോൾ മെയിൻ ലൈനിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യാം കേട്ടോ. ആ SLR-ഉം പിന്നെ നമ്മുടെ ജനറേറ്റർ കാറുള്ള 2 കോച്ച് ഭയങ്കര ഫ്രഷ് ഫീലാട്ടോ. പക്ഷെ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ കാണുന്ന സമയത്തില്ലേ, നമ്മുടെ കോച്ചിൽ നിന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറയുമ്പോൾ നല്ല പുത്തൻ പുതിയ കോച്ചാണെങ്കിൽ നല്ല ഫ്രഷ് ഫീലാട്ടോ. നമ്മുടെ ഏറനാട് ദേ ഇവിടെ നിൽക്കുകയാണ്. പാലരുവിയുടെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഡി ക്യാബിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ പാലരുവി എക്സ്പ്രസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. 167.91 തൂത്തിക്കോറിൻ പാലക്കാട് പാലരുവി തൂത്തുക്കുടി. എറക്കോണം ഷെഡിൻ്റെ ഒരു WP4 ഓട്ടോ അതിൻ്റെ ലോക്കോ. അതും LHB ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 വണ്ടികളാണ് ഇപ്പോൾ LHB ആയിട്ടുള്ള വണ്ടികൾ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഞാൻ യാത്രയുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ യാത്ര പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വൈകാണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. end to end തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തിരിക്കുക കേട്ടോ. നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ വഴി കായംകുളം പോകുന്ന ലൈനാട്ടോ. എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ കയറി ആലപ്പുഴ വഴി കായംകുളം. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ നമ്മൾ കോട്ടയം വഴി കായംകുളം ചെല്ലും കേട്ടോ. നമ്മുടെ ട്രെയിൻ കോട്ടയം വഴി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഇത് നല്ലൊരു വളവാണ് കേട്ടോ. ആ വളവ് മൊത്തം തിരിഞ്ഞാണ് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത്തിരി സ്ലോ ആയിട്ടേ പോകുള്ളൂ നമ്മുടെ വണ്ടി. നമ്മുടെ മാർഷലിംഗ് യാർഡാണ് കേട്ടോ. എറണാകുളം ജംഗ്ഷന്റെ മാർഷലിംഗ് യാർഡാണ്. കോച്ച് മെയിൻ്റനൻസ് യാർഡാണ് കാണുന്നത്. നമുക്ക് മുമ്പിൽ ഒരു ആൽക്കോനെ കണി കിട്ടിയിട്ടുണ്ട്.
ആൽക്കോ നമ്മുടെ മംഗളേനെ ഷണ്ട് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാട്ടോ, പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തൃപ്പൂണിത്തറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വളവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ നേരെ വെളുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കോടയും ചെറുതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മൂടി നിൽക്കണതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് നമ്മുടെ ട്രെയിൻ പോണ കാണാനായിട്ട്. പതുക്കെ പോളുള്ളൂ, നല്ലൊരു വളവാണിത്. എക്സ്പ്രസ് വരുന്നുണ്ടോ? നമ്മളൊരു 40 മിനിറ്റ് ഡിലേയോട് കൂടി പിറവം റോഡ് വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. 40 മിനിറ്റ് ഡിലേ ഉണ്ട് നമ്മുടെ മധുര എക്സ്പ്രസ്സിന് പിറവം റോഡ് കയറുമ്പോൾ. നമ്മളത് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരുണ്ട് കേട്ടോ ഇവിടുന്ന് കയറാനായിട്ട് വണ്ടിക്ക്. വലിയ തിരക്കില്ല, എന്നാലും കുറച്ച് പേരുണ്ട് നമ്മുടെ പിറവം റോഡിൽ നിന്ന് നമ്മുടെ വണ്ടിക്ക് കയറാൻ. ഇടയ്ക്ക് 1 മിനിറ്റിൻ്റെ ഹോൾട്ടുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിക്ക്. 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം നമ്മൾ പിറവം റോഡിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ആട്ടോ വരണത്, ലാലാഗുഡയുടെ P7. മിനിറ്റ് ഡിലേയോട് കൂടി നമ്മൾ വൈക്കം റോഡ് വന്ന് കയറാട്ടോ. പിറവം റോഡ് എത്തുമ്പോൾ 40 മിനിറ്റ് ആയിരുന്നു. 1 മിനിറ്റോടെ ഡിലേ കൂടിയിട്ടുണ്ട് നമ്മൾ വൈക്കം റോഡ് എത്തുമ്പോൾ. കന്യാകുമാരി ബംഗളൂരു സെൻട്രൽ പരശുറാമത വന്നോണ്ടിരിക്കുകയാണോ. 15 വരണത്. നമ്മളൊരു 30 മിനിറ്റ് ഡിലേ ആയിട്ട് കോട്ടയം വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് സിഗ്നൽ ക്ലിയറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശബരി സൂപ്പർ ഫാസ്റ്റ് ഒക്കെ കയറി വരികയാണ്, നമ്മളെടുത്തിരിക്കുകയാണ്. 20,630 തിരുവനന്തപുരം സെൻട്രൽ സെക്കന്ദരാബാദ് ശബരി സൂപ്പർ ഫാസ്റ്റ്. കോട്ടയം വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടി.
മിനിറ്റ് ഡിലേയോട് കൂടി ചെങ്ങന്നൂര് വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നേരത്തെ 41 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് 32 മിനിറ്റ് ആയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങന്നൂരിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരെ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഇത്. ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ ഏറ്റവും തിരക്ക് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂര്. നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ നമ്മുടെ വണ്ടി. നമ്മൾ കായംകുളം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഔട്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്റർസെക്ഷൻ ലൈനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പതുക്കെ പോകുള്ളൂ കേട്ടോ. നമ്മളൊരു 34 മിനിറ്റ് ഡിലേയോടുകൂടി കായംകുളം ജംഗ്ഷൻ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മധുര എക്സ്പ്രസ്. ആ ഡിലേ ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കൊല്ലം കയറുമ്പോഴേക്കും ഡിലേ മാറി ഇങ്ങനെ കയറുമ്പോൾ നോക്കാം കേട്ടോ. ഓൺ ടൈം കയറുണ്ടോ അതോ ലേറ്റ് തന്നെയാണോ എന്നുള്ളത് നമുക്ക് കൊല്ലെത്തുമ്പോൾ കാണാം. ഇപ്പം എന്തായാലും നമ്മൾ 34 മിനിറ്റ് ഡിലേയോട് കൂടി കായംകുളം കയറുന്നു. രണ്ട് മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം കായംകുളത്തിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ നമ്മുടെ മധുര എക്സ്പ്രസ്. അപ്പുറത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നേത്രാവതി വരുന്നുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക്. നേത്രാവതി വന്ന് കയറണുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഔട്ടറിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്. പുറത്ത് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മുപ്പത്തൊന്ന് മിനിറ്റ് ഡിലേയോടുകൂടെ ശാസ്ത അങ്ങോട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു സ്റ്റോപ്പ് കൂടെ ഉള്ളൂ കൊല്ലം എത്താനായിട്ട്. പെരിനാട് കൂടെ കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ചെന്ന് കയറും കേട്ടോ. 11:03 വരേണ്ടതാണ്, 11:34 ഇപ്പം നമ്മൾ വന്ന് കയറുന്നത്. ഇവിടേക്ക് 1 മിനിറ്റിൻ്റെ ഹോൾട്ടുള്ളൂ കേട്ടോ നമുക്ക്. ഇനി പെരുന്നാട് ഇതേപോലെ തന്നെ 1 മിനിറ്റിൻ്റെ ഹോൾട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് നേരെ ശാസ്താംകോട്ടേക്ക് എടുത്തിരിക്കുകയാണ്. കല്ലടയാറ് കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ വരാൻ പോണത്. നമ്മുടെ NH യാത്ര അവസാനിക്കാറായിരിക്കും കേട്ടോ. നമ്മൾ പെരുന്നാട് എത്തിയിട്ടുണ്ട്. പിന്നെ ഒന്ന് 30 കിലോമീറ്റർ കൂടി ഉള്ളൂ കൊല്ലത്തേക്ക്. ഇപ്പോൾ ട്രെയിൻ ഒരു 30 മിനിറ്റ് ഡിലേ ഉണ്ട്. അവിടെ എങ്ങനെ ചെന്ന് കയറണം നമുക്ക് കാണാം കേട്ടോ. കോച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടാട്ടോ. ജെർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ കുലുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലീനിങ്ങും നല്ലോണം രീതിക്ക് മെയിൻ്റനൻസ് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡറി മെയിൻ്റനൻസ് കാര്യം അത്യാവശ്യം ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ആ ബാത്റൂമിൻ്റെ ലോക്കിൻ്റെ ഇഷ്യൂ മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് എല്ലാവരും കൂടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് പിന്നെ അവർ റിസോൾവ് ചെയ്തു തോന്നുന്നു. അല്ലാത്ത രീതിക്ക് നോക്കുകയാണെങ്കിൽ നല്ല യാത്രയായിരുന്നു. എറണാകുളം വരെ നമ്മളൊന്ന് തിങ്ങി പിടിച്ച് ഇരുന്നെങ്കിലും അതിന് ശേഷം നമ്മൾ
നല്ല ഫ്രീ ആയിരുന്നു കേട്ടോ. എറണാകുളം തുടങ്ങിയപ്പോൾ പെരുന്നാട് വരെ നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ്. അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിലുണ്ടാവും. അപ്പോൾ ഇതുവരെയുള്ള യാത്ര അടിപൊളി തന്നെയാണ് നമ്മുടെ കൊല്ലം വരെയുള്ള യാത്ര. അവിടെ നിൽക്കുന്ന റോയപുരത്തിൻ്റെ ലോക്കൽ കേട്ടോ, WP7 ആണ് നമ്മുടെ ഇപ്പോൾ മധുരൈ പോണ ഈ ഗുരുവായൂർ മധുര എക്സ്പ്രസ്. ഇപ്പോൾ കൊല്ലം ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോക്കമാണ് നമ്മൾ ലീഡ് ചെയ്യുക കേട്ടോ. മധുര വരെ ലീഡ് ചെയ്യാൻ പോണ ലോക്കോ അതാണ് 30,577. അപ്പോൾ അതിവിടെ റെഡി ആക്കിക്കൊണ്ട് ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുകൊണ്ട് പിടിപ്പിച്ച് വണ്ടി ഇവിടെ നിന്ന് എടുക്കും. 31 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ്. ഇപ്പോൾ 2 മിനിറ്റ് ഡിലേയോട് കൂടിയാണ് കേട്ടോ കൊല്ലം ജംഗ്ഷൻ വന്ന് കയറാൻ പോണത്. അത്രയും സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട് കൊല്ലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ 1A പ്ലാറ്റ്ഫോമിലാട്ടോ ചെന്ന് കയറാൻ പോണത്. പിന്നെ നമ്മൾ 2 മിനിറ്റ് ഡിലേയോട് കൂടി കൊല്ലം ജംഗ്ഷനിൽ വന്ന് കയറാണ് കേട്ടോ 1A പ്ലാറ്റ്ഫോമിൽ. നമ്മുടെ ഗുരുവായൂർ മധുരയുടെ LSP റണ്ണ് നമ്മുടെ കൊല്ലത്തിൽ വന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ വരെ യാത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ വണ്ടി ഒരു 15 മിനിറ്റ് ഹോൾട്ടിന് ശേഷം ഇവിടെ നിന്ന് നേരെ എടുത്തുകൊണ്ട് മധുരയെ ലക്ഷ്യമാക്കി നമ്മുടെ പുനലൂർ തെന്മല പുനലൂർ ആ വഴി നേരെ പോകും കേട്ടോ. ചെങ്കോട്ട വഴി മധുര പോകും. നമ്മൾ കൊല്ലം വന്ന് കയറുമ്പോൾ പൂനെ എക്സ്പ്രസ് വരാം കേട്ടോ. കന്യാകുമാരി പൂനെ എക്സ്പ്രസ്സിൽ വന്ന് കയറുകയാണ് കൊല്ലത്തിൽ. 163.82. അങ്ങനെ നമ്മൾ ഗുരുവായൂർ മധുര LHB റണ്ണ് ഇതേവിടെ കൊല്ലത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നല്ല യാത്ര തന്നെയായിരുന്നു. നല്ല കോച്ചൊക്കെ കേട്ടോ. നല്ല ക്ലീൻനെസ് ഉണ്ട്. അതേപോലെ തന്നെ ജർക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജനറൽ കോച്ച് എല്ലാം 2026 മേടായിരുന്നു കേട്ടോ. സ്ലീപ്പർ 2019, നമ്മുടെ തേർഡ് AC 2025 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കോച്ച് നല്ല വൃത്തി ഉണ്ടായിരുന്നു. നല്ല കംഫർട്ട് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു എറണാകുളം വരെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് എറണാകുളം തുടങ്ങി കൊല്ലം വരെ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓടി നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ഒരു അടിപൊളി ഫസ്റ്റ് LHB റണ്ണ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കൊല്ലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഗുരുവായൂർ മധുര എക്സ്പ്രസിൻ്റെ വീഡിയോ LHB റണ്ണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ് വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും പാക്കലാം ഗൈസ്. ബൈ ഫ്രം കൊല്ലം.